ഭൂമിയിൽ നിന്നും 16,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം അടർന്നു പോയാൽ എന്താണ് സംഭവിക്കുക? 2024 ജനുവരി 5-ാം തീയതി 171 പാസഞ്ചേഴ്സുമായി ആകാശത്ത് മിഡ് എയറിൽ പറന്നുകൊണ്ടിരുന്ന അലാസ്ക എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 128 അതാണ് സംഭവിച്ചത്. പക്ഷെ അത്ഭുതം എന്തെന്നാൽ ഉറപ്പായും അപായപ്പെടുമായിരുന്ന ആ ഫ്ലൈറ്റിലെ 26A 26B എന്നീ സീറ്റുകളിൽ അന്ന് ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 100 Days 100 Stories Day 37. ഇത്രയും ഉയരത്തിൽ വെച്ച് ഡോർ പ്ലഗ് കടന്നുപോയ ഫ്ലൈറ്റ് സമയോചിത ഇടപെടലോടെ പൈലറ്റ് റൺവേയിൽ തിരിച്ചിറക്കി. പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഡോറിനോട് ചേർന്ന 26A B എന്നീ സീറ്റുകളിലെ യാത്രക്കായി എയർപോർട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വഴിയിൽ ചില തടസ്സങ്ങൾ നേരിട്ടതുകൊണ്ട് കൃത്യസമയത്ത് എയർപോർട്ടിൽ എത്താൻ സാധിക്കാതെ അവർക്ക് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഡോറിനൊപ്പം തന്നെ അവരും പുറത്തേക്ക് തെറിച്ചേനെ. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെന്ന് പറയില്ലേ, ബേൺ ടോസ്റ്റ് തിയറി. അതായത് ഒരു സാധാരണ ദിവസം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തു വെച്ച ബ്രെഡ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പുതിയതൊന്നും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 2-3 മിനിറ്റ് എക്സ്ട്രാ ചെലവഴിച്ചേക്കാം. ഒരുപക്ഷെ നമ്മൾ എക്സ്ട്രാ ചെലവഴിച്ച 2-3 മിനിറ്റ് നമ്മൾ ലേറ്റായി പോയ ഇത്തിരി സമയം സംഭവിച്ചേക്കാവുന്ന വലിയൊരു വിപത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചേക്കാം. സിമ്പിളായി പറഞ്ഞാൽ നമ്മളിപ്പോൾ ചില ചെറിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകുന്നത് പല വലിയ കുഴപ്പങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നതിനോ വലിയൊരു അവസരം നമുക്ക് മുന്നിൽ തുറക്കുന്നതിനോ ചില പുതിയ വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതിനോ ഒക്കെ ആവാം. സോ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മളെ പല പാഠങ്ങളും പഠിപ്പിക്കുകയാണ്.